അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടൊരു വീഡിയോ അതിനെ കണ്ട് പലരും പല അഭിപ്രായങ്ങളാണ് അറിയിച്ചത്. ചിലർ പോസിറ്റീവായിട്ടും മറ്റു ചിലർ നെഗറ്റീവ് കമൻസുകളായിട്ടും. കൂടുതൽ ആൾക്കാരും നല്ല പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ അറിയിച്ചത്. എന്നിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹക്ക് പറയാൻ ഇവിടെ ആരുടെയും പെർമിഷനോ കാര്യമോ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒന്നുകൂടി അതിനെ ക്ലാരിഫൈ ചെയ്യുകയല്ല, എന്നിരുന്നാലും ഒരു ഉദാഹരണത്തിലൂടെ, കാരണം പലർക്കും ഇത് മനസ്സിലായിട്ടുണ്ട്, മറ്റു ചിലർ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ നടിക്കുകയാണ്. അവർക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു, വൈലുല്ലിൽ മുസ്വല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നരകം. അപ്പോൾ അതിൻ്റെ അർത്ഥം നിസ്കരിക്കുന്നവർക്ക് നരകമെന്നാണോ? അല്ല. അള്ളാഹു ഏത് രീതിയിലാണോ നിസ്കരിക്കാൻ കൽപ്പിച്ചത് അതിനെ തെറ്റിച്ചുകൊണ്ട് അശ്രദ്ധ പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമെന്ന് പറഞ്ഞു. നോമിൻ്റെ കാര്യമെടുത്താലും ഹജ്ജിൻ്റെ കാര്യമെടുത്താലും ഇസ്ലാം കർമ്മത്തിലുള്ള ഏത് പുണ്യകർമ്മമാണെങ്കിലും അതിനെ നിർവഹിക്കപ്പെടേണ്ട രീതിയിലല്ലാതെ നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സ്വീകാര്യമല്ല എന്ന് മാത്രമല്ല, അതിന് വിരുദ്ധമായിട്ട് നമുക്ക് പകരമായി ശിക്ഷയാണ് കിട്ടുക, അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ ഉറൂസിൻ്റെ കാര്യമാണെങ്കിലും സിയാറത്തിൻ്റെ കാര്യമാണെങ്കിലും അതിൻ്റെ പരിപാടിയാണെങ്കിലും ആ പുണ്യകർമ്മം എപ്പോഴും നമുക്ക് കൂലി നൽകപ്പെടുന്നതാണ്. പക്ഷേ അത് കാരണം നമ്മൾ ചെയ്യുന്ന അനാചാരങ്ങളാകട്ടെ, പരസ്പരം കൂടിക്കലരലാകട്ടെ, ഇങ്ങനെ ഇസ്രാഫ് ചെയ്യുന്നതാകട്ടെ, ഏതൊരു തെറ്റ് നാം അത് കാരണം ചെയ്യുകയാണെങ്കിൽ സത്യത്തിൽ അത് ഏത് വിധത്തിൽ നോക്കുകയാണെങ്കിലും അത് സ്വീകാര്യമാകുന്നതല്ല. അതുപോലെ തന്നെയാണ് സിയാറത്താണെങ്കിലും ഉറൂസാണെങ്കിലും വേറെ പരിപാടി എന്തൊക്കെയാണെങ്കിലും അതിനൊക്കെയുള്ള റൂൾസ് എന്താണോ അതിനെ തെറ്റിച്ച് നമ്മൾ നടന്നാൽ പ്രതിഫലത്തിന് പകരമായിട്ട് അവിടെ കുറ്റമാണ് കിട്ടുക, അല്ലേ? ഇതാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചതും പറഞ്ഞതും. അതിനെ പലർ പല രീതിയിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രം. നോ പ്രോബ്ലം. അള്ളാഹു ആലമു, അള്ളാഹു ആണ് ഏറ്റവും അറിയുന്നവൻ, അല്ലേ? എന്നിരുന്നാലും ഇൻഷാ അള്ളാഹു നമ്മുടെ സമുദായത്തിന് ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് അനുഗ്രഹീതരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ആചാരത്തിരുന്ന് നമ്മൾ നല്ല അദബിലും അച്ചടക്കത്തിലായിരിക്കണം നിൽക്കേണ്ടത്. അവരുടെ ജീവിതം തന്നെ വലിയൊരു പാഠമായിരുന്നു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പറയുമ്പോൾ തന്നെ ആഖിറത്തിൻ്റെ ചിന്തയാണ് വരേണ്ടത്. ആഖിറത്തിൻ്റെയും അള്ളാഹുവിൻ്റെയും ഓർമ്മ വരുത്തുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ സിയാറത്തിൻ്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ആധ്യാത്മിക ലോകത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ബുദ്ധിയും ഹക്ക് പോലെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.